ഡോക്ടറെ, എനിക്ക് നല്ല മസിലുണ്ടാക്കി നല്ല ചുള്ളനായി ജീവിക്കണം. കഴിഞ്ഞ ദിവസം എത്ര കലോറി കഴിക്കണം നമ്മൾ പറഞ്ഞു. ഈ മസിൽ പേശി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് മസിൽ മാസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കഴിക്കേണ്ട 3 ഭക്ഷണ രാജാക്കന്മാരുണ്ട്. അവയെക്കുറിച്ചൊന്ന് പറയാം. അതിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ മസിൽ മാസുകളുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ കല്ല് എന്ന് പറയുന്നത് എന്താണ്? അത് പ്രോട്ടീനാണ്. നിങ്ങൾ കുറേ നേരം ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് മസിൽ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട ഇനഫ് പ്രോട്ടീൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ കുറേ സിമൻറ്റും വെള്ളമൊക്കെ ഒഴിച്ച് പക്ഷെ കല്ല് വെച്ചിട്ടില്ല എന്നുള്ള അവസ്ഥ ആയിരിക്കും. വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ജിമ്മിൽ നിങ്ങൾ ചെയ്ത എല്ലാ കഠിനാധ്വാനവും വ്യർത്ഥമായി പോകും. നമ്മുടെ ഓരോ മുഖ്യ ഭക്ഷണത്തിലും ഒരു വലിയ പ്രോട്ടീൻ ഭാഗം ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? കോഴിമുട്ട ഒരു സമ്പൂർണ്ണ പ്രോട്ടീനാണ്. ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ലീൻ മീറ്റ്, കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം. അതിൽ കൊഴുപ്പ് കുറവാണ് എന്നാൽ പ്രോട്ടീൻ കൂടുതലുമാണ്. പിന്നെ മത്സ്യം, പ്രത്യേകിച്ച് സീ ഫുഡുകൾ, അതിൽ പ്രോട്ടീനും ഉണ്ട്, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പുകളും ലഭിക്കും. പിന്നെ പയറ് വർഗ്ഗങ്ങൾ, ഒരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് ഏറ്റവും നല്ല പ്രോട്ടീൻ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ അത് നമ്മുടെ പയറ് വർഗ്ഗം എന്നാണ് കിട്ടുക. പിന്നെ സോയ, ടോഫു പോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കാം. മസിൽ ബിൽഡിങ്ങിന് വേണ്ട അടുത്ത രാജാവ് എന്താണ്? അത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ രാജാവിനെ പലപ്പോഴും പലരും അവഗണിക്കാറുണ്ട്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ മസിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കഴിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് ഓവറായിട്ട് കഴിക്കുന്നത് പ്രശ്നം തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു എനർജി സോഴ്സാണ് എന്ത്? ഈ കാർബോഹൈഡ്രേറ്റ് എന്നുള്ളത്. നല്ല കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾക്കൊക്കെ കൂടുതൽ ശക്തിയും പവറും ലഭിക്കും എന്നാണ്. ആ സിമൻറ്റും ആ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇൻവോൾവ് ചെയ്യിച്ചിട്ട് പ്രോട്ടീനുകളാവുന്ന കല്ലുകൾ അടുക്കി വെക്കാൻ എന്ത് വേണം? ഈ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഇനഫായിട്ട് കിട്ടണം. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഗ്രെയിൻസ്, പ്രത്യേകിച്ച് ഓട്സ്, ബ്രൗൺ റൈസ്, കിൻവ, വൈറ്റ് വീറ്റ് ബ്രെഡ്, ഇതിലൊക്കെ കിട്ടും. പയറ് വർഗ്ഗങ്ങൾ, നമുക്ക് പ്രോട്ടീൻ ഒരുപാട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇരട്ട ബെനിഫിറ്റാണ് കിട്ടുന്നത്. പിന്നെ പഴങ്ങൾ, പ്രകൃതി നൽകുന്ന മിഠായിയാണ് പഴങ്ങൾ എന്ന് പറഞ്ഞാൽ. മധുര പലഹാരങ്ങൾക്കൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മിഠായി. ഉരുളക്കിഴങ്ങ്, പിന്നെ മറ്റെല്ലാ തരം പച്ചക്കറികളിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടും. മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3ാമത്തെ രാജാവ് ആരാണ്? അത് നമ്മുടെ കൊഴുപ്പുകളാണ്, ഫാറ്റുകളാണ്. ഡയറ്ററി ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെറും ശസ്ത്രം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഫാറ്റ് ആവശ്യമാണ്. പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്ററോൺ. നമ്മുടെ മാംസപേശി കെട്ടിപ്പടുക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ. നമുക്ക് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡുമായിട്ടുള്ള കൊഴുപ്പുകൾ മിക്സ് ചെയ്ത് കഴിക്കണം. ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വളരെ ഒരു മീഡിയം ലെവലിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബട്ടർ, എഗ്ഗ്, പിന്നെ അത് ഒരുപാട് പാലുൽപ്പന്നങ്ങൾ, പിന്നെ ഗ്രാസ് ഫെഡ് ബീഫ്, കോക്കനട്ട് ബട്ടർ, ഇതിലൊക്കെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹെൽത്തി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ഇപ്പം നട്ട്സ്, സീഡ്സ്, വാൾനട്ടിലുണ്ട്, ബദാമിലുണ്ട്, അല്ലേ? ഇതിലൊക്കെ ഉണ്ട്. അവക്കാഡോയിലുണ്ട്. പിന്നെ ഫാറ്റി ഫിഷ്, അയല, സാൽമൺ, മത്തി, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഹെൽത്തി ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കിട്ടും. പിന്നെ ഒലീവ് ഓയിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഒരുപാട് കിട്ടുന്ന സംഭവമാണ്. നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹെൽപ്പറാണത്. ആദ്യ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞ കലോറി എത്ര കഴിക്കണം എന്നുള്ളതിനനുസരിച്ച്, മസിൽ ഉണ്ടാക്കാൻ എത്ര കലോറി എക്സസൈസ് കഴിക്കുന്നതിനനുസരിച്ച് ഈ 3 രാജാക്കന്മാരെയും ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളിപ്പോഴും ചെയ്യേണ്ടത്. ഒരു സന്തുലിതമായൊരു പ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു പ്രോട്ടീൻ്റെ വലിയ ഭാഗം എടുക്കുക, എനർജിക്കായിട്ട് കാർബോഹൈഡ്രേറ്റ് ചേർക്കുക, ഹോർമോണിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചും അത് വളർത്തിയെടുക്കാനും ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടൊരു ഭക്ഷണ രീതിയാണ് നമ്മൾ ശക്തമായിട്ടുള്ള മസിൽ കെട്ടിപ്പടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ.